ആ ഗുരുവായൂരപ്പ, ഇന്നിപ്പോൾ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 വഴിപാടുകളെ പറഞ്ഞു തരാനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പലരും അത് ചോദിച്ചു കമൻറ്റിൽ വന്നിട്ട്, എന്താണ് ഗുരുവായൂരപ്പന് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ട വഴിപാടുകൾ. എല്ലാം ഗുരുവായൂരപ്പന് ഇഷ്ടമാണ്, പക്ഷേ അതിലേറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വഴിപാടുകളുടെ ആയ 3 പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ കാര്യസാധ്യത്തിനായിട്ടാണല്ലോ ഇപ്പോൾ കൃഷ്ണൻ്റെ അടുത്ത് ചെല്ലുന്നതും. കാര്യസാധ്യം അതുതന്നെയാണ് ഉദ്ദേശിച്ചാണ് നമ്മളെല്ലാവരും ചെല്ലുന്നത്. വളരെ കുറച്ചാളുകൾ മാത്രമാണ് ജസ്റ്റ് കണ്ട് തൊഴാൻ വേണ്ടി പോകുന്നത്. ബാക്കിയൊക്കെ തൊഴുതിട്ട് നമ്മളെ സങ്കടങ്ങൾ ആ തിരുമുമ്പിൽ പറയാൻ വേണ്ടിയിട്ടാണ്, അവിടെ അങ്ങോട്ട് കൊണ്ടേ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ചെല്ലുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടുകളായ 1, അദ്ദേഹത്തിൻ്റെ സ്വന്തം തൃക്കൈ വെണ്ണ. ആ വെണ്ണ വഴിപാട് കഴിച്ചാൽ ആകെ 30 രൂപയെ എന്തോ ഉള്ളൂ. അപ്പോൾ ആ രൂപയുടെ പ്രശ്നമല്ല, കണ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാണ് തൃക്കൈ വെണ്ണ. അത് 1 കഴിക്കുക. പിന്നെ അദ്ദേഹത്തിന് രണ്ടാമത്തെ ഇഷ്ടം പാൽപ്പായസമാണ്. പാൽപ്പായസം രാവിലെ ഒരു 9:30-ക്ക് ശേഷമാണ് കിട്ടുള്ളൂ. നമുക്ക് കൊണ്ടുവരണമെങ്കിൽ, നമുക്ക് കഴിക്കണമെങ്കിൽ, ഗുരുവായൂരപ്പന് നേദിച്ച പാൽപ്പായസം കിട്ടണമെങ്കിൽ 9:30 ആവും രാവിലെ. വൈകിട്ട് ഒരു അത്താഴ പൂജ കഴിഞ്ഞാൽ കുറച്ച് സമയം മാത്രം, അത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഒരു 10-50 ആൾക്കൊക്കെ കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് രണ്ടാമത്തെ. അപ്പോൾ പാൽപ്പായസം നമുക്ക് വേണ്ട എങ്കിൽ, കൊണ്ടുവരുന്നില്ല എങ്കിൽ അവിടെ സാധുജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് ഉണ്ട്, അതിൽ കൊടുക്കാം. അല്ല നമ്മൾ വാങ്ങിയിട്ട് ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിലും അങ്ങനെയും ചെയ്യാം. നമ്മൾ വഴിപാടാക്കി കഴിഞ്ഞാൽ അത് ഗുരുവായൂരപ്പന് നമ്മൾ ഷീട്ടാക്കി ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇത് കാര്യമായിട്ട് അവിടെ കിട്ടി. പിന്നെ 3-മത്തെയാണ് ഏറ്റവും പ്രധാനമായ വനമാല. വനമാല എന്ന് പറഞ്ഞാൽ 2-3 പൂക്കൾ കൂടിയിട്ടുള്ള ചുവന്ന പൂവും ഒരു വനമാല, വനത്തിലെ മാല പോലെയുള്ളത്. അതാണ് ഏറ്റവും കൂടുതൽ ഗുരുവായൂരപ്പന് ഇഷ്ടം. ആ വനമാല മാറിലണിഞ്ഞുള്ള ആ ഉണ്ണിക്കണ്ണന്, കൃഷ്ണന് ഏറ്റവും സന്തോഷം ഉള്ള ഇതാണ്. അപ്പോൾ രാധാദേവി ഗുരുവായൂരപ്പന് വനമാല ചാർത്തി കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനത്തെ ഒക്കെയാണ് ആ വനമാലയുടെ ഒരു ഐശ്വര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 3 വഴിപാടുകളാണ് ഈ പറഞ്ഞ തൃക്കൈ വെണ്ണയും പാൽപ്പായസവും വനമാലയും. ഇത് 3ഉം നമ്മൾ വഴിപാട് ചെയ്യുമ്പോൾ, നമ്മളിപ്പോൾ എല്ലാവരും ഗുരുവായൂരിലായിരിക്കില്ല, ദൂരെ നിന്നൊക്കെ വരുന്ന ആളുകളാണ്. അപ്പോൾ അവർ ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു നമ്മൾ ഗുരുവായൂർ വരാൻ അല്ലെങ്കിൽ ഗുരുവായൂർക്ക് നേരാൻ നിൽക്കുമ്പോൾ, വഴിപാട് നേരാൻ നിൽക്കുമ്പോൾ അതിന് മുൻപ് നമ്മുടെ തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലോ അങ്ങനെ ഉള്ള ക്ഷേത്രങ്ങളിൽ ഏറ്റവും അടുത്തുള്ള ആ ക്ഷേത്രത്തിൽ പോയി രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ്, രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞ് പോയി അവിടെ നമ്മൾ കണ്ണന് അല്ലെങ്കിൽ കൃഷ്ണന് കാണിക്കുക. അതായത് നല്ലൊരു തുളസിമാല അവിടുത്തെ ആ ഭഗവാന് ചാർത്തുക. എന്നിട്ട് നമ്മൾ ഇത് പ്രാർത്ഥിക്കുക, നമ്മൾ ഗുരുവായൂരപ്പന് ഇത് ചെയ്തോളാം, തൃക്കൈവെണ്ണ സമർപ്പിച്ചോളാം. കാരണം എന്താ വെച്ചാൽ തൊട്ടടുത്തുള്ള ആ ക്ഷേത്രത്തിലും നമ്മൾ സാന്നിധ്യം വേണം. അങ്ങനെ ആണെങ്കിലാണ് അത് കൂടുതൽ ഫലവത്താവുക. അപ്പോൾ എന്താ വെച്ചാൽ അവിടെ നിന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ആ പ്രാർത്ഥന നമ്മളെ കാര്യസാധ്യം നേടിക്കഴിഞ്ഞാൽ ഇവിടെ ഗുരുവായൂരപ്പന് വന്നിട്ട് അത് സമർപ്പിക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും മംഗളമാവും. ഇത് കുറേ ആളുകൾ സംസാരിച്ചിരുന്നു, ഇതിനെ പറ്റിയിട്ട് ചോദിച്ചിരുന്നു. അതിൻ്റെ പുറത്താണ് ഞാനിപ്പോൾ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത്. എല്ലാവരും ഇത് കേട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും ചെയ്യുക, കുടുംബ ഗ്രൂപ്പുകളിലോ ഫ്രണ്ട്സിലോ ഒക്കെ. എന്നാൽ ധാരാളം പേരുകൾക്ക് ഈ ഇതുപോലുള്ള ഇൻഫർമേഷൻ എത്തിക്കാൻ കഴിയും. ഹരേ കൃഷ്ണ.